ഏതെങ്കിലും ഒരു കാരണവശാൽ ടെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മുമ്പിലിരിക്കുന്ന മോഹൻലാലാണെന്ന് വിചാരിക്കേണ്ട, ജോർജ് കുട്ടിയുടെ ഭാര്യയാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി അതുപോലത്തെ ഒരു മഹാനടൻ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. സ്ത്രീ പ്രാതിനിധ്യമുള്ള സ്ക്രിപ്റ്റുകൾ ആൾക്കാർ കൊണ്ടുവന്നാലല്ലേ ഒരാൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സ്ക്രിപ്റ്റുകൾ വരണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വേണം. കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഗതികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോഴും വളരെ സ്ട്രോങ് ആയി പറയുന്നു, ഏറ്റവും സേഫ് ആയിട്ട് ഒരു സ്ത്രീക്ക് വർക്ക് ചെയ്യാവുന്ന സ്ഥലം തന്നെയാണ് സിനിമ, മലയാളം സിനിമ. റീസണബിൾ ആയിട്ടുള്ള ഹീറോയ്ക്കും ഹീറോയിനും വ്യത്യസ്തമായിട്ടുള്ള പ്രേക്ഷക ശ്രദ്ധയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അവർ കൊടുക്കുക എന്നുള്ളതാണ്. ഫെമിനിസം കാഴ്ചപ്പാടുകളോട് അനുകൂലമായൊരു നിലപാടുള്ള ഒരാളാണ്. ഒന്നും കൂടി ചോദിക്കാം, ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കാം പച്ചയ്ക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദൃശ്യം 2 എന്ന മലയാള സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന് വളരെ ഫേമസ് ആയ ഗരുഡൻ, പ്രേമലു പോലുള്ള സിനിമകളുടെയൊക്കെ ഭാഗമായ ഒരു അഭിനേത്രിയാണ്. നമസ്കാരം രജനി ചേച്ചി, വെൽക്കം ടു അബാക് മീഡിയ. താങ്ക് യു സോ മച്ച്. ഇപ്പം ഏകദേശം 12 സിനിമകളോളം മലയാള സിനിമയുടെ ഭാഗമായല്ലോ. അപ്പം എന്താണ് തോന്നുന്നത്, എന്താണ് എക്സ്പീരിയൻസ്? ഒരുപാട് ആഗ്രഹിച്ചിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ. ചെറുതായിരിക്കുമ്പോൾ ആഗ്രഹിച്ചിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ആക്സിഡൻ്റലി സിനിമയിൽ വന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. സിനിമ തന്നെ നമ്മളൊരു മോഹിപ്പിക്കുന്ന ഒരു ഏരിയ ആണല്ലോ എല്ലാ മനുഷ്യർക്കും. ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് സിനിമയൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും പക്ഷേ ഒരു സെലിബ്രിറ്റി കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഓടിച്ചെല്ലും. സോ സിനിമ എപ്പോഴും ഒരു ഭ്രമിപ്പിക്കുന്ന ലോകമാണ്. അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇപ്പം റീസെൻ്റ്ലി വന്ന പ്രേമലു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് ഭാഷകളിൽ ഭയങ്കര ഹിറ്റായൊരു മൂവിയാണ്. അപ്പം അതിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം കൂടിയാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വിജയം ഇത്ര വലുതാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. പിന്നെ ഗിരീഷ് സാറിൻ്റെ മൂവിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളും നമ്മൾ എടുത്താലും ഇപ്പോൾ സൂപ്പർ ശരണ്യൊക്കെ എന്തൊരു ഹിറ്റായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ അതുകൊണ്ട് ഇത് ഹിറ്റാകുമെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര വലിയൊരു ഹിറ്റാകുമെന്ന് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ഭാഗം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. പക്ഷേ ആ സെറ്റിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് ആരും അഭിനയിച്ചതുപോലെ ഫീൽ നമുക്കില്ല. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു ഇതിപ്പോൾ ഇന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഭയങ്കര ഫ്രീ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടൊരു സെറ്റാണ്. അപ്പോൾ തന്നെ ആ ഒരു കംഫർട്ട് സോൺ ആർട്ടിസ്റ്റുകൾക്ക് സാർ കൊടുക്കുന്നത് കൊണ്ട് അത് ഭയങ്കര നന്നാവും. നമുക്ക് അന്നേരം ഏകദേശം ഒരു ഐഡിയ. അന്നേരം ഇത്ര ഹിറ്റാവും എന്നറിയില്ല എങ്കിലും. ശരി, ആദ്യത്തെ ചിത്രം തന്നെ മോഹൻലാൽ എന്ന മഹാപ്രതിഭയോടൊപ്പമാണല്ലോ. അപ്പോൾ ഒരു മോഹൻലാൽ സിനിമയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് സിനിമയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്? ഞാൻ 2019 മിസ്സിസ് മലയാളി വിന്നറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മിസ്സിസ് ഇന്ത്യ വേൾഡ് വൈഡ് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് ഗ്രീസിൽ പോയിരുന്നു. അപ്പോൾ ജിത്തു ജോസഫ് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സ്കൂളിൽ മിസ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സോ ഈവൻ ദോ ഐ ഡോണ്ട് നോ ഹിം പേഴ്സണലി, ഞാൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയ സമയത്ത് അതിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിരുന്നു. സാർ ഞാൻ ഇന്ന ഇന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന മിസ്സാണെന്ന് പറഞ്ഞിട്ട്. സോ ആ നാടിൻ്റെ അവിടുത്തെ ഒരാളെന്ന രീതിയിൽ പറഞ്ഞു, സാറ് ഓഡിഷന് മാത്രമാണ് ചോദിച്ചത്, അപ്പോൾ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അത് ഓർത്ത് വെച്ച് സാർ ഓഡിഷന് വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്താണ് ആ ക്യാരക്ടർ വരുന്നത്. 1 വർഷം കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലേ? 1 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ സൈഡിലേക്ക്. അതെ എന്ന് വിചാരിക്കും. പക്ഷേ സാർ ഓഡിഷന് വിളിച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരിക്കും മൂവിയിൽ വരുമ്പം ഓപ്പോസിറ്റ് രഞ്ജിനി ഇരിക്കാൻ പോകുന്നത് ലാൽ സാറും മീന മാമും ആയിരിക്കും. അപ്പോൾ ഒരു പകപ്പുണ്ടാവാതെ ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. ലാൽ സാറ് ഭയങ്കര പുതിയ ആർട്ടിസ്റ്റുകളുടെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പം നമ്മൾ ഭയങ്കര കംഫർട്ടാക്കും സംസാരിച്ച്, വളരെ നന്നായിട്ട്, ഒരു കുഴപ്പമില്ല. 10 പ്രാവശ്യം റീടേക്ക് വന്നാലും അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ റീടേക്ക് ഒന്നും വരാതെ തന്നെ ചെയ്തു. അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും അത് നന്നായിട്ട് ചെയ്തോ? ഒപ്പം തന്നെ ചെയ്തു. റീടേക്ക് ഒന്നും ഇല്ല സാർ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്തു. സാറും അങ്ങനെ തന്നെയാണ്, നമ്മളെ ഭയങ്കര കംഫർട്ടാക്കും. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു കാരണവശാൽ ടെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മുമ്പിലിരിക്കുന്ന മോഹൻലാലാണെന്ന് വിചാരിക്കേണ്ട, ജോർജ് കുട്ടിയുടെ ഭാര്യയാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി അതുപോലത്തെ ഒരു മഹാനടൻ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം എത്ര സിനിമകൾ അഭിനയിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ജിത്ത് സാർ പറഞ്ഞ് ഞാൻ ഓർത്തു. പിന്നെ നമ്മൾ ജോർജ് കുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ അത് സക്സസ് ആയിരുന്നു. അതെ. ഓക്കെ, ബൈ പ്രൊഫഷൻ അപ്പോൾ ടീച്ചറാണോ അതോ മോഡലാണോ, എന്താണ് ഇപ്പോൾ? ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ IELTS പഠിപ്പിക്കുകയാണ്. സ്കൂളിൽ നിന്ന് വിട്ടിട്ട് IELTS ഓൺലൈനിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യുന്ന പ്രൊഫഷൻ. ആക്ടിങ് അല്ലാതെ അത് ഫുൾ ടൈം ആയിട്ട് ഇപ്പോഴും ആക്ട്രസ് തന്നെയാണ്. എങ്കിലും
ഓൺ ദ സൈഡ് ഇതും ചെയ്യുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകും. 2 ജോബും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പം വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നല്ലോ അഞ്ജലി മേനോന്റെ ഒരു പോസ്റ്റ് വന്നത്, മലയാള സിനിമയിലെ സ്ത്രീകളൊക്കെ എവിടെയെന്ന് പറഞ്ഞിട്ട്. അപ്പം ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞിട്ടുള്ള മൂവീസ് ആണല്ലോ ഇപ്പൊ മലയാളത്തിൽ വരുന്നത്, അത് ശരിയല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? അതിന് നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ സംഘടനയോ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തെയോ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീ പ്രാതിനിധ്യമുള്ള സ്ക്രിപ്റ്റുകൾ ആൾക്കാർ കൊണ്ടുവന്നാലല്ലേ ഒരാൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സ്ക്രിപ്റ്റുകൾ വരണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വേണം, അത് തിയേറ്ററിൽ കാണാൻ പ്രേക്ഷകരും വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് ഒരു സിനിമ ഹിറ്റാവുന്നത്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പൈസ വേണമെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്യും, ഉറപ്പാണല്ലോ. അപ്പോൾ ഇപ്പോൾ പോകുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരുപക്ഷെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ നമുക്ക് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ കളക്ഷൻ കുറവായാൽ അതിങ്ങനെ വരുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഒരാളെ പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം എക്സ്പീരിയൻസ് വളരെ കുറവാണെന്നുള്ള അനുഭവത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയതുപോലെയല്ല. അവർ നല്ലൊരു നടിയാണ്, അതുകൊണ്ട് അവരെല്ലായിടത്തും കാസ്റ്റ് ചെയ്യാമെന്ന് ആരും വിചാരിക്കില്ല. ഭയങ്കരമായിട്ട് നമ്മളൊരു എന്താണ് പറയുക, ഒരു നാച്ചുറൽ കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുക. എന്തുമാത്രം കഥാപാത്രത്തോട് ആളുടെ ലുക്കും ഫിഗറും ഹൈറ്റും വെയ്റ്റും കളറും ഒക്കെ മാച്ച് ആവുന്നോ അത്രയും അവർ ഡയറക്ടറുടെ മനസ്സിലെ കഥാപാത്രം ഉണ്ടാവും. വി ഹാവ് മെനി ഓപ്ഷൻസ്. ഒരാളല്ലല്ലോ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആളെ കിട്ടുന്നിടം വരെ അവരത് വീണ്ടും റീകാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഇപ്പം ഞാനൊരു സിനിമയുടെ ഓഡിഷന് പോകുമ്പോൾ, ഇപ്പോഴും ഞാൻ ഓഡിഷൻസിന് പോകാറുണ്ട്. ഇവൻ ഗരുഡൻ പോലും ഓഡിഷൻ പോയിട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ നന്നായി അഭിനയിക്കുന്നു എന്നുള്ളത് അല്ല ശരിക്കും അതിനകത്ത് അർത്ഥം. സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടറിന് എൻ്റെ ലുക്കും എൻ്റെ കളറും ഒക്കെ ആപ്റ്റുള്ളതാണ്. യെസ്. അപ്പോൾ അതല്ലാതെ അപ്പോൾ ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഡയറക്ടേഴ്സ് പർട്ടിക്കുലർലി ആ കഥാപാത്രം വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേ ഹാവ് മെനി ഓപ്ഷൻസ് ആർ ദെയർ. അപ്പോൾ അതിനകത്തുനിന്ന് മറ്റൊരാളെ എടുക്കും, അങ്ങനെയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ല, നല്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ വരണമെന്നും അത് പ്രേക്ഷകർ രണ്ടേ നീട്ട് സ്വീകരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ആസ് ആൻ ആർട്ടിസ്റ്റ്. അപ്പോഴല്ലേ നമുക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ ഉണ്ടാവുക. അപ്പം മാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ അതിനകത്ത് മാം പറഞ്ഞത് തെറ്റാണെന്നല്ല ഒരിക്കലും പറയുന്നത്. കാരണം അവർ ഈ പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമകൾ കൂടുതൽ അങ്ങനെ വരട്ടെ, അതായിരിക്കും അദ്ദേഹം മീൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതോട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയാലും ശരി, ആവേശമായാലും ശരി, അതിലെല്ലാം സ്ത്രീകളുണ്ട്. കംപ്ലീറ്റ്ലി സ്ത്രീകൾ ഇല്ലാത്തൊരു വേൾഡൊന്നും അല്ല കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് നായകൻ്റെ ഒപ്പം പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ഇവരെ മാത്രമാണ് ഹീറോയിൻ അല്ലെങ്കിൽ നടിമാർ എന്നാണ് കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവർ മാത്രമാണോ നടിമാർ? സി വാട്ട് ഐ സെഡ്, ലൈക്ക് ഞാൻ ഉദാഹരണം പറയാമേ. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിനകത്ത് അതൊരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ അവർ ചെയ്തതാണ് അല്ലേ. അതിൻ്റെ റെപ്ലിക്ക ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെ ഇല്ലാത്ത കഥാപാത്രത്തെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും? അവർ5 പേര് കൂടി ടൂർ പോകുന്നു, അത്രയും എന്താണ് പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സ്ട്രെസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്ത്രീ കഥാപാത്രത്തിന് ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് ആകെ ഇമ്പോർട്ടൻസ് ഉള്ളത് അമ്മയ്ക്കായിരുന്നു. അത് അവർ വ്യക്തമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ചു വന്ന അതൊക്കെ വ്യക്തമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചില കഥാപാത്രങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത തിരികെ കയറ്റിയാൽ ഭയങ്കര വൃത്തികേടായി പോകും. അത് ആ സിനിമയുടെ ജെനുവിനിറ്റി തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ സിനിമയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എന്താണ് പറയുക, പിന്നെ ഇപ്പോൾ പറഞ്ഞ ആവേശം എന്ന് പറയുന്ന മൂവി, ആ പറയുന്ന മൂവിക്കകത്താണെങ്കിലും അദ്ദേഹം ഒരു കാമുകി എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ അല്ല ഫഹദ് സാർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു എന്താണ് പറയുക, ഒരു ഗാങ്സ്റ്ററായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ കൂടെ 3 ആൺകുട്ടികൾ വരുന്നു. അതിനകത്ത് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ക്രിപ്റ്റ്. അതാണ്. അതേസമയത്ത് സ്ക്രിപ്റ്റിൽ ഒരു കഥാപാത്രം, സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം ഉണ്ടായിരിക്കുകയും നമ്മളതിനെ മാറ്റി നിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്യപ്പെടണം. അത് നമുക്ക് പക്ഷെ ഇല്ലാത്തടത്ത് കുത്തി നിറയ്ക്കുന്നതും ഉള്ളിടത്തുനിന്ന് മാറ്റുന്നതും ശരിയല്ല. രണ്ടും അത് ഈക്വലായി തന്നെ വരണം. ഇപ്പം അതുപോലെ തന്നെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഗതികൾ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോഴും വളരെ സ്ട്രോങ് ആയി പറയുന്നു, ഏറ്റവും സേഫ് ആയിട്ട് ഒരു സ്ത്രീക്ക് വർക്ക് ചെയ്യാവുന്ന സ്ഥലം തന്നെയാണ് സിനിമ, മലയാളം സിനിമ. എനിക്കതാണ് അറിയാവുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വേറെ ഏത് ജോലിക്കാണ് അപ്പനെയോ അമ്മനെയോ ആങ്ങളെയോ ഹസ്ബൻഡിനെയോ മക്കളെയോ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുക? നമുക്കൊരാളെ നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അക്കോമഡേഷനും ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലാകുന്നു കേട്ടോ. നമുക്കങ്ങനെയുണ്ട്. ഇനി ആരുമില്ലാതെ തനിയെ നമ്മൾ ഒരു ഷൂട്ട് ചെയ്യാൻ പോയാലും ആരും ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാക്കില്ല. മറ്റേ ഒരു എന്താണ് പറയുക, ഇപ്പോൾ ഒക്കെ നമ്മളൊരാൾ വന്ന് ടാക്സിയിൽ അവർ ടാക്സി വിടുന്ന സമയത്ത് റെക്കഗ്നൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈസൻസുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കണം, മെമ്പർഷിപ്പുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കണം. അവർ നമ്മളെ വിളിച്ച് കൺഫേം ചെയ്യും. ടാക്സിയിൽ കയറി നമ്മൾ സെറ്റിൽ എത്തുന്നിടം വരയ്ക്കും, ഇല്ല അക്കോമഡേഷൻ തിരിച്ചെത്തുന്നിടം വരയ്ക്കും. അതൊക്കെ ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്.
100% സേഫാണ്. ആൻഡ് ഡു യു തിങ്ക് ദാറ്റ് ലൈക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഒരു കാര്യം പറയുമ്പം ഇപ്പം നമ്മുടെ മക്കളെ നമ്മൾ മോശമാണെങ്കിൽ വിടുമോ? കീർത്തി സുരേഷ് മേനക മാമിൻ്റെ മോളാണ്, കല്യാണി പ്രിയദർശൻ സാറിൻ്റെയും ലിസി മാമിൻ്റെയും മക്കൾ, അവരൊക്കെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അത് നമ്മൾ ജനറലൈസ് ചെയ്തിരിക്കുന്ന ഒരു അസംഷനാണ്. എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് കൊണ്ട് പറയുന്നുള്ളത്. 100% സേഫ്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളെ ഇൻഡസ്ട്രിയിൽ പോകാൻ സമ്മതിക്കും. അത്രമേൽ സേഫാണ് പറയുന്നത്. ആരും നിങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പോകുന്നത് അത് എല്ലായിടത്തും അങ്ങനെയാണ്, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഇനി അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ തന്നെ യു ഹാവ് ദ റൈറ്റ് ടു സേ നോ, റൈറ്റ്? നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു സ്ഥലത്തൊന്നും ഇല്ല. ഇപ്പം മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ മാത്രം നോക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഒരു സംഘടന ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനിപ്പോൾ അമ്മയുടെ ഒരു മെമ്പറാണ്, 2 വർഷമായി. അപ്പോൾ ഇപ്പം നമ്മൾ പൊതുവേ ജനറലൈസ് ചെയ്ത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച്, സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചാണ് അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്തത്. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ വെക്കട്ടെ, അപ്പോൾ കോവിഡ് വന്ന് ഹിറ്റായി പറ്റത്തില്ല, അവർ ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു പറഞ്ഞു. ഞാൻ അവിടെ അപ്ലൈ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് 1,04,000 രൂപയാണ്. ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 2,04,000 രൂപയായി അത്. അപ്പോൾ GST ഒക്കെ കൂടിയിട്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ എമൗണ്ടിനെ പറ്റിയൊക്കെ പറഞ്ഞാലും ആ സംഘടന തരുന്ന ഒരു സെക്യൂരിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, അത് സാമ്പത്തികപരമായിക്കോട്ടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ സംഘടന നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യും. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്നുള്ള അതിനെ റെക്ടിഫൈ ചെയ്യും. ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ ഒരിക്കലാണ് ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നുള്ളൂ. അതായത് ജീവിതാവസാനം വരേക്കും, ലൈഫ് ടൈമിലേക്കാണ് മെമ്പർഷിപ്പ്. ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്ന വർഷം മുതൽ ഞാൻ മരിക്കും വരേക്കും എല്ലാ വർഷവും 5 ലക്ഷം രൂപ വരെ അവരെനിക്ക് ഇൻഷുറൻസ് പോളിസി തരുന്നുണ്ട്. ഇപ്പോൾ 20 വയസ്സിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളെ പിടിച്ച് ചിന്തിച്ച് നോക്കിയേ, അവർ 80 വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ 60 വർഷവും എല്ലാ വർഷവും അവരത് കൊടുക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. അല്ലാതെ അതുകൊണ്ട് പിന്നെ ഇപ്പം നാളെ നമുക്ക് കുറച്ച് സുഖമില്ലാതെ വരുമോ, സാമ്പത്തികമായി പിന്നോക്കം പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഈ കിട്ടുന്ന മെമ്പർഷിപ്പിനകത്ത് നിന്ന് അവർ മന്ത്ലി കൈനീട്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ ഒത്തിരി പേരുടെ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് അവർ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് അത്രയും വലിയ എമൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മുറുമുറുപ്പ് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡോട് ചിന്തിച്ചാൽ മതി. അതിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു സംഘടന തന്നെ ഓൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് മതിയാവും. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ WCCയിൽ അങ്ങനെ മെമ്പർ ആവുകയോ അതിനെ അറിയത്തില്ല അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപോലെ സ്ത്രീ പുരുഷ വലിയ വ്യത്യാസമില്ലാതെ തന്നെ അവരെല്ലാ കാര്യങ്ങളും അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു കാര്യം ഉന്നയിച്ചിട്ട് അത് നടക്കാതെ പോയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി അടുത്ത സ്ഥലത്ത് അപ്രോച്ച് ചെയ്യണം. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടേ വന്നിട്ടില്ല. അല്ലാതെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമുക്ക് ഇങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളോ ഒന്നുമില്ല, എല്ലാവരും അവിടെ ഒരുപോലെയാണ്. ശരി. അതേപോലെ തന്നെ ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ടോക്ക് തന്നെയാണ് ആർട്ടിസ്റ്റുകളിൽ ഫീമെയിലിനും മെയിലിനും ഒരേ രീതിയിലുള്ള സാലറി കൊടുക്കണം. അത് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സാലറി ഉണ്ടോ? സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. കാരണം ഇപ്പോൾ ഒരു സിനിമയിൽ ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയാം. ഒരു സിനിമയിലേക്ക് അവരെന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് അവർ പറയും ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ മാം, അപ്പം ഈ പെർ ഡേ മാമിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് നമ്മളോട് ചോദിക്കും. അപ്പം ഞാൻ ഇത്ര രൂപയാണ് ഒരു ദിവസം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെടുത്ത് വീണ്ടും ബാർഗെയിൻ ചെയ്യും. കാരണം അവർ പ്രൊഡക്ഷനിൽ അത്രയും പൈസ ഇല്ല മാം, ഇതിന് റേറ്റ് വരാമോ എന്ന് ചോദിക്കും. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ തുടക്കത്തിൽ എല്ലാം ഹീറോയിൻ ആണെങ്കിൽ സെയിം ആയിരിക്കുമല്ലോ. അവർ പോയി എന്തൊരു ബഡ്ജറ്റ് പറയും, അതിനകത്ത് അവർ ഓക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുക. പിന്നെ ആ ആർട്ടിസ്റ്റിൻ്റെ ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അവർ പ്രേക്ഷകർ എന്തുമാത്രം നല്ല മനസ്സോടെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചാണ് അവരുടെ പ്രതിഫലം കൂടുന്നത്. അപ്പോൾ അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം മമ്മൂക്കയോ ലാലേട്ടനോ ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ ഒപ്പം മഞ്ജു വാര്യർ, ഷീസ് ഈസ് വണ്ടർഫുൾ ആക്ട്രസ് അല്ലേ, അവർ സൂപ്പർ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആൾക്കാർ കാണാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തുമാത്രം ആ കഥാപാത്രത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്, പ്രേക്ഷകർ എന്തുമാത്രം അവരെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ഒരു എന്താണ് പറയുക, ഒരു ജെൻഡർ ഇക്വാലിറ്റിയിൽ കാണുന്നതിനപ്പുറത്ത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ വാല്യൂവിനനുസരിച്ചിട്ടാണ് സാലറി കൊടുക്കുന്നത്, അവരുടെ ബഡ്ജറ്റും കൂടി നോക്കി. ആ കഥാപാത്രം എത്ര ദിവസമുണ്ട്, ഇപ്പോൾ 10 ദിവസമുള്ള ആൾക്കും 5 ദിവസമുള്ള ആൾക്കും ഒരുപോലെ അല്ലല്ലോ അവർ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഹീറോയിനും ക്യാരക്ടർ റോളിനും ഒരുപോലെ അല്ല പേയ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി സ്ത്രീകൾ വഴക്കുണ്ടാക്കണ്ടേ, ഹീറോയിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കഥയില്ല. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള ഹീറോയ്ക്കും ഹീറോയിനും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് പറയുക പ്രേക്ഷക ശ്രദ്ധയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അവർ കൊടുക്കുക എന്നുള്ളതാണ്.
സിനിമയിൽ അഭിനയിക്കാനായിട്ട് സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏജ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പത്തിലേ വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഏജിൽ വന്നാലും ഓക്കെ, ഇത്ര ഏജ് ആയി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ, അങ്ങനെയുണ്ടോ? 39-ാമത്തെ വയസ്സിൽ സിനിമ വന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുക. സിനിമയുമായി യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു രീതിയിലും നമ്മുടെ ഫാമിലിയിലോ ആർക്കുമില്ല, ബന്ധങ്ങളിലോ ഒന്നുമില്ല. ഓഡിഷന് പോയിട്ട് വന്ന ആളാണ് ഞാൻ. ദൃശ്യം പോലെ ഇപ്പോൾ ജിത്തു ജോസഫ് സാറ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ആളാണ്. എനിക്ക് ഗുരുസ്ഥാനീയനാണ്, മരണത്തോളം അങ്ങനെ ആയിരിക്കും. കാരണം എനിക്ക് ആദ്യം ഒരു ക്യാമറ സ്പേസ് തന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒരു പരിചയമില്ലാത്ത എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏജൊന്നും അതിനകത്ത് മാറ്ററല്ല. പിന്നെ 40-ാം വയസ്സിൽ വരുന്ന ഒരാൾ 20 വയസ്സിൻ്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ അതിൻ്റെ പ്രായഭേദം എന്നെ അക്സെപ്റ്റ് ചെയ്യാനും, എൻ്റെ ഒരു ലുക്ക് ചിലപ്പോൾ എന്നെ കണ്ടാൽ ഒരു ഭംഗിയില്ലാത്തതായിരിക്കും, പ്രായമുള്ളതായിരിക്കും, അതിനെയൊക്കെ മറികടന്ന് അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും അതൊന്നും പ്രശ്നമാവില്ല. ഏത് സമയത്തും എന്തായാലും 20 വയസ്സുകാരന് 60 ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ 60 വയസ്സുകാരൻ്റെ പ്ലേസ്മെൻറ്റ് ഷുഡ് ബി ഓൾവേസ് ബി ദെയർ. നമ്മുടെ സ്ഥാനങ്ങളൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഏത് പ്രായത്തിൽ വന്നാലും ഉണ്ടല്ലോ, അപ്പനും അമ്മയും പല പല ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പം ഗരുഡനിൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഇതായിട്ടും അതുപോലെ തന്നെ കള്ളുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവ്. അപ്പം അങ്ങനെ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് മേക്കപ്പിലാണോ ഇതായി പോകുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവാണോ? ചേച്ചിയുടെ ഒരു ഇതിലെന്താണ്? നമ്മൾ കഥാപാത്രമാവുമ്പം നമ്മൾ കഥാപാത്രമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കും, നമുക്ക് തന്നെ തോന്നും ആ കഥാപാത്രം കുറച്ച് സങ്കടത്തിലുള്ളതാണല്ലോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ക്യാമറ ഓണായി കഴിയുമ്പം രഞ്ജിനി അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കഥാപാത്രമാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയതാണ്, ഇതാണ് ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നീരസവും അമർഷവും ഒക്കെ നമുക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് അഭിനയിക്കാൻ പറ്റുക. അത് എന്തുമാത്രം നന്നായി ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല, പക്ഷെ അത് നമ്മൾ വരുത്താൻ ശ്രമിക്കും മാക്സിമം. അല്ല ഇപ്പൊ കാണുന്ന രഞ്ജിനി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ്. അതെ, അത് കണ്ണാടി കാണുമ്പോൾ ഒരു വിഷമം തോന്നും, അയ്യോ ഇത് എന്റെ ഭംഗിയൊക്കെ പോയല്ലോ, അങ്ങനെ തോന്നുമോ? അതായത് ഓരോ കഥാപാത്രങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ സുന്ദരിയായി കാണപ്പെടുന്ന കഥാപാത്രങ്ങളെക്കാൾ നമുക്ക് എപ്പോഴും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും നമുക്ക് എപ്പോഴും അപ്രീസിയേഷൻസും കിട്ടുക ഗരുഡനെ പറ്റിയാണ്. സുരേഷ് സാർ കണ്ട എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞത് നമ്മുടെ സൗന്ദര്യം നോക്കിയിട്ടല്ല. അദ്ദേഹം എന്നെ മേക്കപ്പ് ഇല്ലാതെ അതിന് മുമ്പ് അതിന് ശേഷമോ കണ്ടിട്ടില്ല. മൂവിയുടെ പ്രിവ്യൂവിന് പോകുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത്രമേൽ അപ്പോൾ കാരണം കഴിഞ്ഞിട്ട് അവർ പോവാണ്, നമ്മൾ പോകുവാണല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ അതില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കഥാപാത്രം കിട്ടണം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും ആ ചോദ്യം തന്നെ ഇറലവൻ്റ് ആണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് ഏജ് ലുക്ക് ഒന്നും ബാധകമാവാൻ പാടില്ല ശരിക്കും. അപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ മേക്കപ്പ് ചെയ്ത ഓമനക്കുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കളർ തെളിഞ്ഞ് വരും, കയ്യിലൊക്കെ തൂക്കുമ്പോൾ കൺമിഷി തീർന്നു, ദൈവത്തെ ഓർത്തിനി വെളുത്തു വന്നേക്കാരൊക്കെ ഷർട്ട് തീരുന്നിടം വരേക്കും. അങ്ങനെ അത് കുറച്ച് പാടാണ്, പക്ഷെ അദ്ദേഹം നന്നായി ചെയ്തെടുത്തു. ഉറപ്പായിട്ടും ലുക്കൊക്കെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇനി ഒരു ക്യാരക്ടർ ചെയ്യണം എനിക്ക് ഭാവിയിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ബേസിക്കലി ഒരു ബോൾഡായിട്ടുള്ള കഥാപാത്രമാണ്. എനിക്ക് നല്ല ബോൾഡായിട്ടുള്ള പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്, എങ്കിലും അതൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് കിടക്കുന്ന ആഗ്രഹമാണ്. ഏതാണ്, മലയാളത്തിലാണോ അതോ ഏത് ഭാഷയിലായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ഭാഷയിലാണെങ്കിലും. ശരി, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണാറുണ്ടോ? ഞാൻ ഇംഗ്ലണ്ടിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ശില്പ ഷെട്ടി വിൻ ചെയ്ത ITVയിലെ ബിഗ് ബോസ് ആണ് ഞാൻ ആദ്യം കണ്ടത്. നാട്ടിലെ ബിഗ് ബോസ് പൂർണ്ണമായിട്ടും എല്ലാം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ, എന്നാലും നമുക്കൊരു ധാരണയുണ്ട്. ഓക്കെ, ഇനി ഭാവിയിൽ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വരികയാണെങ്കിൽ ഒന്ന് ക്ഷണം വന്നിരുന്നു 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പം അന്നെന്തോ അങ്ങനെ പോകാൻ തോന്നിയില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത്? ഒരു 30 ദിവസം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണല്ലോ. അപ്പോൾ എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല. അത്രയും സമയത്ത് നമ്മളങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ അവർ പറയുന്നത് എമർജൻസി ആണെങ്കിൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ സിനിമ തലയ്ക്കകത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ നമുക്കൊരു ക്യാരക്ടർ വന്നാൽ എന്ത് ചെയ്യും, വേണ്ടെന്ന് വെക്കണമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, സോഷ്യലി എത്രത്തോളം ഈ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് ന്യൂസുകൾ കാണാനും പൊളിറ്റിക്കലി വരുന്ന അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി അങ്ങനെയൊക്കെ ഫോക്കസ്ഡ് ആവാറുണ്ടോ? അത്യാവശ്യം ആസ് എ സൊസൈറ്റി ബീയിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ TV കാണാനൊന്നും അങ്ങനെ ഇരിക്കാറില്ല. നമുക്ക് ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ, NDTVയിലെ ന്യൂസ്, നമ്മൾ നേഷൻ വൈഡ് ന്യൂസ് കാണും. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ന്യൂസും കിട്ടുമല്ലോ. എന്നതിന് ഭയങ്കര ഡീപ്പ് ഇൻസൈഡും നമുക്കറിയത്തില്ല, എന്നാലും ജനറലൈസ് ചെയ്ത് നമുക്കറിയാം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്. ഫെമിനിസം കാഴ്ചപ്പാടുകളോട് അനുകൂലമായൊരു നിലപാടുള്ള ഒരാളാണ്. ഒന്നും കൂടി ചോദിക്കാം, ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കാം പച്ചയ്ക്ക്.
ആക്ച്വലി ശരിയായ ഫെമിനിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയെ ഈ പറയുന്ന പോലെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവന്ന് സ്ത്രീക്ക് വേണ്ടി സമരം ചെയ്യുന്നൊന്നുമല്ല ശരിയായ ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മനുഷ്യന് സ്ത്രീ എന്ന രീതിയിലോ പുരുഷൻ എന്ന രീതിയിലോ അതിപ്പോൾ ഷോവിനിസവും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് അവരുടെ ബേസിക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അത് സന്തോഷങ്ങളായിക്കോട്ടെ, അവരുടെ അവകാശങ്ങളായിക്കോട്ടെ, ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു സംഘടനയാണ് ശരിയായ ഫെമിനിസം. അല്ലാതെ കുറച്ച് സ്ത്രീകൾ അങ്ങനെ പോയി ഇറങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അങ്ങനെ അതല്ല ശരിക്കും ഫെമിനിസം. ശരിയായ ഫെമിനിസം വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഫെമിനിസം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫെമിനിസ്റ്റുകളുടെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാനും പറ്റുന്നില്ല. ഇപ്പം അവരിലിപ്പം കേരളത്തിൽ ഫെമിനിസം എന്ന് ഇപ്പം നമ്മളിപ്പോൾ ഫെമിനിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ മുഖമുദ്രയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സ്ത്രീകളായിക്കോട്ടെ, പുരുഷ വിദ്വേഷമാണ് അതിന്റെ മുഖമുദ്രയായിട്ട് കാണിക്കുന്നത്. അവരുടെ പല പ്രവൃത്തികളിലും പല വാക്കുകളിലും കുറേ നമ്മളങ്ങനെ ഇൻസിഡൻസ് കാണാറുണ്ട്. അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടല്ലോ ഇതല്ലല്ലോ ശരിക്കുള്ള ഫെമിനിസം, നമ്മൾ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ വളരെ നല്ല ഫെമിനിസ്റ്റുകൾ ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പം നമ്മുടെ പഞ്ചാഗ്നി മൂവിയൊക്കെ ഓർമ്മ, അതിനകത്ത് റിയൽ ഹീറോയിനൊക്കെ ശരിക്കുള്ള ഫെമിനിസ്റ്റിലുള്ളതല്ലേ. എന്ത് പ്രൗഡാണത്. ഒരു സ്ത്രീയുടെ ജീവന് വേണ്ടിയിട്ട് അത്രയും വലിയ സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള നാടാണിത്. അപ്പോൾ കാലം മുമ്പോട്ട് പോകുമ്പം ശരിയായ ഫെമിനിസം എന്താണെന്ന് അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരും അവർ എപ്പോഴും റീതിങ്ക് ചെയ്യണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. ഫെമിനിസത്തിൻ്റെ ബേസിക് എവിടെയാണ്, അവരെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ? കാരണം ഫെമിനിസം ആവശ്യപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. നമ്മൾ റാദർ ഈ വന്ന് ടി വിയിൽ പറയുമോ ഘോര സമരം ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഫെമിനിസം റിയലി ആവശ്യമുള്ള ഒത്തിരി സ്ത്രീകൾ, എവിടെ പോകണമെന്നോ ആരെ അപ്രോച്ച് ചെയ്യുന്ന അറിയാത്ത സ്ത്രീകളുണ്ട്, ആക്സസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് അവരിലേക്കാണ് ശരിക്കും ഫെമിനിസം വരേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ വേറെ ഏത് സ്പേസിലായിക്കോട്ടെ, ഒരു ടീച്ചറും കൂടിയായിരുന്നല്ലോ, പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള സ്ത്രീകൾക്കോ എതിരെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള അബ്യൂസുകളുണ്ട്. എങ്ങനെ നേരിടണമെന്നാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറ്? അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞിനോട് നീ പെണ്ണാണ്, അതുകൊണ്ട് നീ കഞ്ഞിയും കറിയും വെക്കണം, നീ പാത്രം കഴുകണം, നീ പുറത്തിറങ്ങാൻ പാടില്ല, നീ സംസാരിക്കാൻ പാടില്ല, നീ രാത്രിയിൽ വെളിയിൽ പോകാൻ പാടില്ല, നമ്മൾ തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളിൽ. അതില്ലാതെ നമ്മളൊരു കുഞ്ഞിനെ വളർത്തിയാൽ നീ എല്ലാവരെയും പോലെ തന്നെയാണ്, നിനക്കൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ സേഫ്റ്റി, ഇപ്പം കണ്ണിൽ കുത്താൻ വന്നാൽ നമ്മൾ കണ്ണ് മാറ്റും അല്ലേ, അതൊരു നാച്ചുറൽ നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ് ബോഡിയിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരാൾ നമ്മൾ റോങ് ഇൻറ്റൻഷനോടെ നമ്മളെ നോക്കിയാൽ ഏത് സ്ത്രീക്കും അതറിയാൻ പറ്റും. അതിനെ ഫേസ് ചെയ്യാൻ പെൺകുട്ടിയെ പഠിപ്പിക്കുക. പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു 6 അടി ഹൈറ്റും പൊക്കോ ഉള്ള ആൾ നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ ശരിക്കും നോക്കിയാൽ അൺലെസ് അതർവൈസ് അയാളുടെ ആയുധമൊക്കെ ഉണ്ട്, നമ്മൾ പെട്ടുപോയാലൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവർ സ്ത്രീയാണ്, അതുകൊണ്ട് നീ മോശമാണ് അല്ലെങ്കിൽ നിനക്ക് ബലമില്ല എന്ന് അവരിൽ ആദ്യമേ തന്നെ ഇട്ടുകൊടുക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞു അങ്ങനെയല്ല, നീ സ്ട്രോങ് ആണ്, നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയാം. പോലീസിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, എത്ര സംഘടനകളുണ്ട്. എന്ത് വന്നാലും ആദ്യം നമ്മൾ പേരൻസിൻ്റെ അടുത്തേക്ക് പോവുക. പേരൻസിന് അബ്യൂസ് വന്നാൽ എന്ത് ചെയ്യും? പോലീസിൻ്റെ അടുത്തേക്ക് പോവുക. പോലീസിന് അബ്യൂസ് വന്നാൽ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റിന് മുമ്പിൽ പോവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുഞ്ഞുങ്ങളെ പറയാം. സോ അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലവും സേഫാന്ന് പറയാൻ പറ്റത്തില്ല. ഇവരുദ്ദേശിക്കുന്ന ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരൊറ്റ ഒരു ഫോക്കസ് നമ്മൾ കുഞ്ഞിനെ വെച്ചാൽ ചിലപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ കുഞ്ഞിന് വേറെ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അപ്പുറത്തുണ്ട്. അതായത് എത്ര ദൂരത്തിൽ നിന്ന് പോയാലും ദർ വുഡ് ബി എ പേഴ്സൺ ടു ഹെൽപ്പ് യു എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുകൊടുക്കുക. നന്നായിട്ട് അവർക്ക് അതിനൊരു അവയർനെസ് സ്കൂൾ തലത്തിലൊക്കെ കൊടുക്കുക, സെക്സ് എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അങ്ങനെ ഒരാൾ വന്നാൽ സെൽഫ് ഡിഫെൻഡ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുക. അങ്ങനെ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലത്ത് കൂടെ എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതും സേഫ് അല്ല. ഒന്നുകിൽ നമ്മൾ 2-3 പേരെ കൂടെ അതിൽ പോലീസിനെ അറിയിച്ചിട്ട് പോവുക. അങ്ങനെ പോലീസ് നമ്പേഴ്സ് കയ്യിൽ വെക്കുക. അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് നമ്മളൊന്ന് ട്രയൽ എടുത്ത് നോക്കുക. അങ്ങനെ പല കാര്യങ്ങൾ ഒക്കെ ഒരു സേഫ്റ്റി എല്ലായിടത്തും നമുക്കൊന്ന് മിനിമം അറിയാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നല്ല ആൺ സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുപോവുക, അതൊക്കെ നല്ലതാണ്. സൗഹൃദങ്ങൾ എപ്പോഴും ഒരു സെക്സ് തന്നെ വേണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുപോയില്ലേ നമ്മുടെ കൂടപ്പിറപ്പുകളെയോ അപ്പനെ അമ്മ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ. ഇല്ലെങ്കിലും ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പെൺകുച്ചി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളെയും ഇമോഷനെയും ഹാൻഡിൽ ചെയ്യാൻ അവൾ പഠിക്കണം. അപ്പം നമ്മുടെ തലമുറയെ അങ്ങനെ നമ്മൾ ശരിക്കും ഫോം ചെയ്തെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ പല പല ആശയങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾക്കുണ്ടെങ്കിൽ ചിലതിനോട് ചായ്വ് ഉണ്ടാവില്ല, മതപരമായ വിശ്വാസങ്ങളുണ്ടാവും, രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവും, ചില ആശയങ്ങളുണ്ടാവും. അതൊക്കെ അവരുടെ ഇപ്പോഴത്തെ ഒരു കോൺടെസ്റ്റിൽ അവരുടെ ചാൻസസ് കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇടയാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവാദം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അതിന് 2 വശങ്ങളുണ്ട്.
ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കലാകാരൻ സമൂഹത്തിൻ്റെ പൊതുസ്വത്താണെന്ന് പറയും. അങ്ങനെ നമ്മൾ പറയും. എന്ന് വെച്ചാൽ അവർ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷകൻ ഒരു കലാകാരിയെ അല്ലെ കലാകാരനെ അംഗീകരിച്ചില്ലെങ്കിൽ അവരില്ല. ഇതിൻ്റെ ബേസിക് ഹീറോസ് പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ അവരംഗീകരിച്ചാലേ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഈ പ്രേക്ഷകരിൽ തന്നെ പല രാഷ്ട്രീയത്തിൽ പല മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കലാകാരിക്ക് രാഷ്ട്രീയം നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അപ്പം ഒരു ഏരിയയിലുള്ള ആൾക്കാരെ നമ്മൾ പിണക്കേണ്ടി വരും. ഇനി അതിനെ മൈൻഡ് ചെയ്യാതെ വളരെ നന്നായി പോകുന്ന ആൾക്കാർ നമ്മുടെ കലാകാരന്മാരുണ്ട്. അതിനെ മറികടന്ന് നമ്മുടെ കാലിബർ ഉള്ളവരാണ്. ഒന്നും മോശമാണെന്നുള്ളതല്ല. എനിക്ക് സമൂഹത്തെയും എനിക്ക് രാഷ്ട്രീയവും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെ ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. ഇഫ് യു വാണ്ട് ടു ബി എ വെരി ഗുഡ് ലീഡർ, അത് നമ്മളിത് പറയുന്നു. ഹാവിങ് സെഡ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡിലും വളരെ മോശമാകാവുന്നതാണ്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്ത് ഇതിലേക്ക് പോകും. 100% അതിനോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റുമെങ്കിൽ യു ഗോ ഫോർ ഇറ്റ്. അപ്പം നമ്മൾ പ്രേക്ഷകരെ പിണക്കിയാൽ സാരില്ല. കാരണം പ്രവൃത്തിയിൽ അത് വന്നോളൂല്ലോ. അതുപോലെയും അതില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ പല മതത്തിലും ഒക്കെ ഉള്ളതായതുകൊണ്ടും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരോടും അതിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ മാരേജിനോട് ഭയങ്കരമായിട്ട് വിമുഖത കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഒരു സക്സീഡ് ആവാനായിട്ട് പറ്റത്തില്ല, അവിടെ ഒരു തടയായി പോകും എന്നുള്ളൊരു തിയറിയാണ് മൊത്തത്തിൽ ഇങ്ങനെ കേട്ടുവരുന്നത്. ആസ് എ മാരീഡ് വുമൺ ഇൻഡസ്ട്രിയിലും അതുപോലെ മോഡലിങ്ങിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തിളങ്ങി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു മാരീഡ് വുമണിന് ശരിക്കും അവരുടെ സക്സസിന് ഒരു ലിമിറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു വുമനും സക്സസിന് ലിമിറ്റ് ഇല്ല, മാരീഡ് വുമനും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾ കൊടുക്കേണ്ടതല്ല. പക്ഷേ നമ്മളൊരു ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും അദ്ദേഹത്തോട് പറയാതെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയല്ലേ? അപ്പം അയാൾ പറയാണ്, ഇപ്പം നമ്മുടെ കിട്ടുന്ന പാർട്ട്ണർ പറയാണ് നീ എനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സങ്കടപ്പെട്ടാണെങ്കിലും ആഗ്രഹം വേണ്ടെന്ന് വെക്കും. പക്ഷേ നല്ല അന്തസ്സായിട്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് വിടുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞു, ഞാൻ 39ാമത്തെ വയസ്സിൽ വന്നതാണ്, നമുക്ക് അങ്ങനെ ഒരു ഭർത്താവ് നമ്മളോട് പോകാൻ പറയുന്നില്ല, നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നം പോലെ തന്നെയാണ് നമ്മുടേതും. സ്ത്രീക്ക് പുരുഷനും പ്രത്യേക സ്വപ്നങ്ങളൊന്നുമില്ല, സ്ത്രീ ആയതുകൊണ്ട് സ്വപ്നം കാണരുതൊന്നുമില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ. അത് പുരുഷനും ബാധകമാണ് കേട്ടോ, സ്ത്രീക്ക് മാത്രമല്ല. ഇപ്പോൾ ചില ഭർത്താക്കന്മാരെ ഇപ്പോൾ അവർക്ക് നല്ല ഈ ആക്ടിങ് മാത്രമല്ല നല്ല കലാമേഖലയിൽ നല്ല കഴിവുള്ള ആളായിരിക്കും. ചില സ്ത്രീകൾ പോകാൻ സമ്മതിക്കില്ല, സംശയരോഗം കൊണ്ട് പലതും കൊണ്ടായിരിക്കും. അപ്പോൾ അവർ സഫർ ചെയ്യുന്നുണ്ട്. ഇത് ഒരാളുടെ മാത്രം ജെൻഡർ വെച്ചല്ല പറയുന്നത്. അപ്പോൾ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ എൻ്റെ ക്യാരക്ടർ പോലെയാണ് ശരിക്കും. നല്ല പാർട്ട്ണർ ആണെങ്കിൽ ഒരു ലിമിറ്റും ഇല്ല, എത്ര ഹൈറ്റ് വേണം നമുക്ക് പോവാം. ഓക്കെ. നാളെ എന്താ പറയാ, മക്കള് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വരണം. എത്ര മക്കളാണെന്ന് എനിക്കറിയാം. രണ്ട് ആൺകുട്ടികളാണ്. സിനിമയിൽ വരണം അല്ലെങ്കിൽ ഈ ഒരു പാത ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പിള്ളേരോടൊന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. മൂത്ത ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. ഇളയാൾ എന്നോട് പറയും. അപ്പോൾ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സിനിമ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സിനിമ കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റീസും സെറ്റാകാൻ മാത്രം ഞാൻ ഫിനാൻഷ്യലി ഏബിൾ അല്ല. ഞാൻ അത്ര വലിയ കലാകാരി ആയിട്ടില്ല. അതിന് നമുക്കൊരു മിനിമം കഴിഞ്ഞ് ഫെയിമിലേക്ക് എത്തണം. അപ്പോൾ താൻ ആരാണെന്ന് ചോദിച്ചാൽ ഐ മസ്റ്റ് ഹാവ് എ പ്രൊഫഷൻ ടു സേ ദാറ്റ് ഐ എം സോ ആൻഡ് സോ. പിന്നെ എൻ്റെ പാഷനാണ്, പ്രൊഫഷണലി ഐ എം എ ടീച്ചർ ആൻഡ് ഐ എം വെരി പാഷനറ്റ് അബൌട്ട് ആക്ടിങ് നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ മക്കളോട് പറയുന്നത്, കൊച്ചിനൊരു കരിയർ ഉണ്ടാവണം. നീ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ ഡിഗ്നിറ്റി ഉള്ളൊരു കരിയർ ഉണ്ടാവണം. അതെങ്ങനെ ആക്കിയിട്ട് അത് എനിക്ക് ഡിഗ്രി ആയിട്ട് ഇരുന്നോട്ടെ, അതിൽ പോകാൻ ഇഷ്ടമില്ലേ കൊച്ചു ധൈര്യമായിട്ട് സിനിമയിൽ പോക്കോ. ഒബിയസ്ലി അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോക്കട്ടെ, ഭയങ്കര സപ്പോർട്ടീവ്, ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇനി വരാൻ പോകുന്ന ബിഗ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രേമലു 2ന്റെ ഒരു അനൗൺസ്മെന്റ് വന്നായിരുന്നു, അതിലുണ്ടോ? എന്താണ് അതിനെ പറ്റിയൊന്നും സാറ് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇപ്പോൾ പാരന്റ്സിന്റെ ഭാഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവും. നമുക്കറിയില്ല, എനിക്കൊന്ന് സാർ സ്ക്രിപ്റ്റിങ്ങിലാണ് ഒരു ചർച്ചയിൽ നമ്മളങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ കേട്ടതല്ലാതെ ഒന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനി നമ്മൾ കമ്മിറ്റ് ആയിരിക്കുന്ന സിനിമകൾ, ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അൽത്താഫ് സാറിന്റെ സിനിമയാണ്, ഓടും കുതിര ചാടും കുതിര, ഫസ്റ്റ് സാറിന്റെ. അതിപ്പോൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് മഴ കൊണ്ടും പിന്നെ സാറിന്റെ ഡേറ്റ് വെച്ചിട്ടും. അതാണ് കമ്മിറ്റ് ആയിരിക്കുന്ന ഒരു സിനിമ. പിന്നെ 3-4 സിനിമകൾ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓക്കെ. എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള വിവിധ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള ആളുകൾ ഇന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന വലിയൊരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരോട് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും നമ്മൾ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു
ഒരു കഥാപാത്രമായി വരാൻ അൺലെസ് അതർവൈസ് നമുക്ക് അസാധ്യമായ ഭാഗ്യവും ബ്ലെസ്സിങ്ങും ഒക്കെ ഇല്ലെങ്കിൽ കഷ്ടപ്പാടാണ്. പക്ഷേ കഷ്ടപ്പെടാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ജീവിതം കളയാനും പാടില്ല. നമുക്ക് ജീവിക്കാൻ വേറൊരു തൊഴിലുണ്ടായിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് അവരുടെ ഒരു സന്തോഷങ്ങളും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഇതിന് തന്നെ ഡിപ്പെൻഡായി പോകാൻ പാടില്ല. പക്ഷേ പാഷനെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു വശത്ത് നമ്മൾ ജോബുകൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റായിട്ട് വീണ്ടും ഇതുപോലെ എൻ്റെ മുമ്പിൽ വന്നിരിക്കണം എന്ന് പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്.